റഷ്യയുടെ അത്യാധുനിക വ്യോമ പ്രതിരോധ സിസ്റ്റമായ ഇന്ത്യയുടെയും കൈവശമുള്ള S-400 എയർ ഡിഫൻസ് സിസ്റ്റം പോലെ ഒരു ലേസർ കൊതുക് കില്ലർ നിർമ്മിച്ചു. ഒരു ലേസർ ഉപകരണം കൊതുകുകളെ തൽക്ഷണം നശിപ്പിക്കുന്ന കാര്യത്തിൽ വൈറലായി മാറിയിരിക്കുകയാണ്. അതും പറക്കുന്ന കൊതുകുകളെയാണ് ലക്ഷ്യം വെക്കുന്നത്. അങ്ങനെ പറക്കുന്ന കൊതുകുകളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു നൂതന ലേസർ ഉപകരണം ഈ സമർത്ഥമായ കണ്ടുപിടുത്തം സർഗാത്മകതയ്ക്കും സാധ്യതയ്ക്കും ഗൗരവമേറിയ ശാസ്ത്ര താൽപ്പര്യത്തിനും ബഹിരാകാശ പരിവേഷണത്തിൽ അതിൻ്റെ പ്രയോഗത്തെക്കുറിച്ചുള്ള ഒരു ആക്ഷേപഹാസ്യത്തിനും സാർവത്രികമായി പ്രശംസ നേടി. നൂറ്റാണ്ടുകളായി മനുഷ്യ സമൂഹത്തിന് ഒരു ശല്യമായി കൊതുകുകൾ നിലകൊള്ളുന്നു. അവ നിരവധി രോഗങ്ങൾക്കും മരണങ്ങൾക്കും വാഹകരായി പ്രവർത്തിക്കുന്നു. ഏതെങ്കിലും ഒരു ജീവിയാലുള്ള മനുഷ്യ മരണങ്ങൾ നോക്കുമ്പോൾ കൊതുകാണ് അതിലേറ്റവും കൂടുതൽ. സ്പ്രേകൾ, കോയിലുകൾ, ഇലക്ട്രോണിക് മെഷീനുകൾ തുടങ്ങിയ പരമ്പരാഗത പരിഹാരങ്ങൾ താൽക്കാലിക ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും കാലക്രമേണ അവയുടെ കാര്യക്ഷമത കുറയുന്നു. ഇപ്പോൾ നൂതന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളോട് സാമ്യമുള്ള ഒരു ഗാഡ്ജറ്റ് വൈറലായിട്ടുണ്ട്. പറക്കുന്ന കൊതുകുകളെ വേഗത്തിൽ കൊല്ലുന്ന ഒരു ചെറിയ നീല ലേസർ പോലുള്ള ബീം പുറപ്പെടുവിക്കുന്ന ഉപകരണം വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു. ബീം നിമിഷം തോറും മിന്നിമറയുന്നു. കൊതുക് പറക്കുന്ന ലക്ഷ്യത്തിൽ ബീം പ്രവഹിക്കുന്നു. കൊതുകിനെ കരിച്ച് അപ്രത്യക്ഷമാക്കുന്നു. വീഡിയോയുടെ അടിക്കുറിപ്പിൽ തമാശയായി ഒരാൾ പറയുന്നത് അയാൾ വീട്ടിലൊരു S-400 ശൈലിയിലുള്ള കൊതുക് വിരുദ്ധ സംവിധാനം നിർമ്മിച്ചുവെന്നും ISRO അദ്ദേഹത്തിന് ഉടൻ തന്നെ ഒരു ജോലി വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നുമാണ്. തത്വവാണി എന്ന പേജിൽ നിന്ന് ഇൻസ്റ്റഗ്രാമിൽ വ്യാപകമായി പോസ്റ്റ് ചെയ്ത ക്ലിപ്പിൽ ISRO മേധാവി നടത്തിയതായി ആരോപിക്കപ്പെടുന്ന ഒരു ആക്ഷേപഹാസ്യ പരാമർശവും ഉണ്ടായിരുന്നു. പറക്കുന്ന കൊതുകുകളെ വെടിവെക്കാൻ അദ്ദേഹത്തിന് കഴിയുമെങ്കിൽ തീർച്ചയായും ഉപഗ്രഹങ്ങളെയും ആക്രമിക്കാൻ അദ്ദേഹത്തിന് കഴിയും. ഈ ആരോപണങ്ങൾ വ്യക്തമായും അസംബദ്ധവും അടിസ്ഥാനരഹിതവുമാണെങ്കിലും സർഗാത്മകമായ ചിന്തകൾ പൊതുജന ഭാവനയെ എങ്ങനെ പ്രചോദിപ്പിക്കുന്നുവെന്നും ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന ISRO പോലുള്ള പ്രശസ്ത സംഘടനകളിലേക്ക് ഹാസ്യാത്മകമായ രീതിയിൽ ശ്രദ്ധ ആകർഷിക്കുമെന്നും വ്യാപകമായി മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വീഡിയോ 1.9 ദശലക്ഷത്തിലധികം പേർ കണ്ടു. സോഷ്യൽ മീഡിയ പങ്കാളികളിൽ നിന്ന് പോസിറ്റീവ് അഭിപ്രായങ്ങളുടെ ഒരു കൊടുങ്കാറ്റ് തന്നെ സൃഷ്ടിച്ചു. ആളുകൾ ഈ പുതിയ ഉപകരണത്തെ പ്രശംസിക്കുകയും അവരുടെ വീടുകൾക്ക് ഈ സമാനമായ ഉപകരണങ്ങൾ വാങ്ങുന്നതിൽ ശക്തമായ താല്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. കൊതുകുകളെ കൊല്ലാൻ ഒരു ഷോട്ടിന് എത്ര ചിലവാകും പോലുള്ള ഉപയോഗപ്രദമായ ചോദ്യങ്ങൾ കൂടുതൽ ആളുകൾ ചോദിക്കുന്നുണ്ട്. കൊതുകിൻ്റെ വലിപ്പമുള്ള ഡ്രോൺ പല രാജ്യങ്ങളും ഇപ്പോൾ വികസിപ്പിക്കുകയാണെന്നും അങ്ങനെ ലോകം ഭയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ DRDOയ്ക്ക് ഈ സാങ്കേതികവിദ്യ ഉപയോഗപ്രദമാകുമെന്ന് സൂചിപ്പിക്കുന്നതായുള്ള കമൻറ്റുകളും ചിലർ പറയുന്നുണ്ട്. അതിൻ്റെ വൈറലായ ജനപ്രീതി തീർച്ചയായും ആ കണ്ടുപിടുത്തക്കാരൻ്റെ ചാതുര്യത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചയും ആദരവും സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഉപകരണം ഒരു ഇന്ത്യൻ ഉൽപ്പന്നമല്ല എന്നതാണ് സത്യം. പല സൈറ്റുകളും അതൊരു ഇന്ത്യൻ ഉൽപ്പന്നമാണെന്നും ഒരു ഇന്ത്യക്കാരൻ തൻ്റെ വീട്ടിൽ കണ്ടുപിടിച്ചതാണെന്നും ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ ഈ ഉപകരണം ശരിക്കും അതല്ല. ഇത് ഫോട്ടോൺ മാട്രിക്സ് എന്ന് പറയുന്ന ഒരു ഉപകരണമാണ്. കൃത്യമായി പറഞ്ഞാൽ ചൈനീസ് ഉപകരണമാണ്. ഒരു സയൻസ് ഫിക്ഷൻ സിനിമയിൽ നിന്ന് നേരിട്ട് പറിച്ചെടുത്തതുപോലെ തോന്നിക്കുന്ന ഒരു ഗാഡ്ജറ്റ് കൃത്യമായ ലേസർ കൃത്യതയോടെ കൊതുകുകളെ വേട്ടയാടാനും അതിനെ കരിച്ചു കളയാനും നിർമ്മിച്ചതാണ് ഈ ഉപകരണം. ജിങ്കോങ് എന്ന വ്യക്തി വികസിപ്പിച്ചെടുത്ത ഈ വസ്തു ഒരു സെക്കൻഡിൽ 30 കൊതുകുകളെ വരെ കൊല്ലുമെന്ന് അവകാശപ്പെടുന്നു. ഇതിൻ്റെ പ്രധാന സാങ്കേതിക വിദ്യ ലിഡാറാണ്. അതിൽ കൊതുകുകളുടെ വലിപ്പം, പറക്കൽ വേഗത എന്നിവ ഉപയോഗിച്ച് വെറും 3 മില്ലി സെക്കൻഡിനുള്ളിൽ ഒരു മുറി
കൊതുക് ശൂന്യമാക്കാൻ ഈ ഉപകരണത്തിന് സാധിക്കും. സെക്കൻഡിൽ 1 മീറ്ററിൽ താഴെ വേഗത്തിൽ നീങ്ങുന്ന 2 മുതൽ 20 മില്ലിമീറ്റർ വരെ വലിപ്പമുള്ള എന്തെങ്കിലും അത് കണ്ടെത്തിയാൽ ഒരു ഗാൽവനോമീറ്റർ വഴി നയിക്കുന്ന ഒരു ലേസർ അതിനെ വായുവിൽ വെച്ച് കരിച്ച് പൊട്ടിത്തെറിപ്പിക്കുന്നു. കൊതുകുകളെ കണ്ടെത്താൻ ലിഡാർ ഉപയോഗിക്കുന്നതും കൊതുകുകളെ തുരത്താൻ ലേസർ ഉപയോഗിക്കുന്നതും ഒരു മൊത്തത്തിലുള്ള മാറ്റമായി ശാസ്ത്രലോകം കരുതുന്നു. ഇത് 2 ഫ്ലേവറുകളിൽ ലഭ്യമാണ്.